Amit Shah ji, I challenge you to have a debate on the 3 press conferences. രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളിയിൽ അമിത്ഷയുടെ കൺട്രോൾ പോയി. मेरे यहाँ बोलने का क्रम मैं तय करूंगा. इस तरह से नहीं चलेगी संसद. നേരത്തെ എല്ലാത്തിനും ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ ആളാണ് ഉത്തരം മുട്ടിയപ്പോൾ ഉറഞ്ഞു തുള്ളിയത്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അമിത്ഷയുടെ മറുപടിക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ചാട്ടുളി ചോദ്യങ്ങൾ അമിത്ഷായിൽ ചെന്ന് തറച്ചത്. ഇടയ്ക്ക് ഷാജിയിൽ നിന്ന് ചില തെറിവാക്കുകളും വന്നു. तो मैंने सोचा सलाह मान्यवर मेरे शब्द कोई ऐसे हो तो काट दीजिए. താൻ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കട്ട് ചെയ്ത് കളയൂ സ്പീക്കർ സാർ എന്ന് പറഞ്ഞാണ് രംഗം വഷളാകാതെ അമിത്ഷാ കൈച്ചിലാക്കിയത്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് ചോരി ആരോപണം വലിയ രീതിയിൽ അമിത്ഷായെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗം. കോൺഗ്രസ് ആണ് ഇന്ത്യൻ ചരിത്രത്തിൽ വോട്ട് ചോരി നടത്തിയത് എന്നതായിരുന്നു അമിത്ഷയുടെ ആരോപണം. തലമുറകളായുള്ള വോട്ട് കള്ളന്മാർ എന്നാണ് അമിത്ഷാ കോൺഗ്രസിനെ വിളിച്ചത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് ഭൂരിഭാഗം വോട്ടുകളും, അതായത് 28 വോട്ടുകൾ ലഭിച്ചുവെന്നും ജവഹർലാൽ നെഹ്റുവിന് 2 വോട്ടുകൾ മാത്രമാണ് കിട്ടിയതെന്നും എന്നിട്ടും നെഹ്റു പ്രധാനമന്ത്രി പദത്തിലെത്തിയത് ചരിത്രത്തിലെ ആദ്യത്തെ വോട്ട് മോഷണമാണ് എന്നുമൊക്കെ അമിത്ഷാ വാദിച്ചു.